بسم الله الرحمن الرحيم. وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളല്ല, മറിച്ച് അവസാനത്തെ ആളാണ്. അതായത് മുമ്പത്തെ ആയത്തുകൾ പറഞ്ഞു, കുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ ആദ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പറയുന്ന ആളാ എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളല്ല. എന്നുവെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവരോട് സംസാരിച്ചു. ഇനി ഈ സൂറത്തിൽ വേറൊരു സംഗതി, അവർ പറയുന്ന വേറൊരു സംഗതിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയണം. പ്രത്യേകിച്ച് നമ്മളിത് മക്ക നിവാസികളുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നബിയുടെ മക്ക കാലഘട്ടത്തിൽ അവതരിച്ചതുകൊണ്ട് മക്ക നിവാസികളോടുള്ള മറുപടികളാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. വഖാല അല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലില്ലദീന ആമനു, വിശ്വാസികളോട് അല്ലെങ്കിൽ വിശ്വാസികളെ കുറിച്ച്, ലൗകാന ഖൈറൻ മാ സബഖൂനായിലെ, ലൗകാന ഖൈറൻ, ഈ മുഹമ്മദ് കൊണ്ടുവന്ന ഇതിൽ വല്ല സത്യവും ഉണ്ടായിരുന്നെങ്കിൽ, ഖൈറായിരുന്നെങ്കിൽ, അത് ഏറ്റവും ഉത്തമമായിരുന്നുവെങ്കിൽ, മാ സബഖൂനായിലെ, അവൻ ഞങ്ങളെ മുൻകടന്ന്, അല്ലെങ്കിൽ അവർ ഞങ്ങളെ മുൻകടന്ന് അവിടെ എത്തുമായിരുന്നില്ല. അങ്ങനെ ഖൈറായതും നല്ലതുമായ സംഗതികളിൽ മുൻപിൽ നിന്നിട്ട് അതിനെ വരവേൽക്കുന്ന ആളുകൾ ഞങ്ങളാണ്. വഇദ് ലം യഹ്തദൂ ബിഹി, അതുകൊണ്ട് അതിനാൽ അവർ ഇത് മുഖേന വഴിയിലെത്തിയില്ല. വഇദ് ലം യഹ്തദൂ ബിഹി, അതിനാൽ അവർ ഇത് മുഖേന നേർവഴിയിലെത്തിയില്ല. ഫസയഖൂലൂന, എന്നിട്ട് അവർ പറയും, ഹാദാ ഇഫ്കുൻ ഖദീം, ഇതൊരു പഴഞ്ചൻ കെട്ടുകഥയാണ്, എത്രയോ പഴയ കെട്ടുകഥയാണ്. അപ്പൊ പഴയ കെട്ടുകഥയാണെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ടാണ് ഇത് പുതിയതാന്ന് പറഞ്ഞത്? ഇത് ഇത് പുതിയതാണ്, ഇത് ഞങ്ങളാരും കേൾക്കാത്തതാണ് എന്ന് അവർ പറയുന്നു. ഇപ്പൊ ആയത്തിൽ മൊത്തം അവരുടെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. പൊതുവെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ. ഒന്നാമതായി അവർ പറഞ്ഞത്, ഞങ്ങളല്ലേ അതിലേക്ക് എത്തേണ്ടത്, ഇത് ഹൈറാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഉത്തമമാണെങ്കിൽ, ഞങ്ങൾക്ക് ഉത്തമമാണെങ്കിൽ, നിങ്ങൾക്ക് ഉത്തമമാണെങ്കിൽ, നിങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉത്തമമാണെങ്കിൽ ഇതിലേക്ക് ആദ്യത്തെ ഞങ്ങളല്ലേ. ഇത് നന്മയാണെങ്കിൽ അതിലേക്ക് ആദ്യം എത്തുക ഞങ്ങളല്ലേ. ഇതിലേക്ക് ആദ്യം എത്തിയത് ആരാണ്? ബിലാല്, അമ്മാർ, യാസിർ, ഖബ്ബാബ്, സുഹൈബ് റളിയല്ലാഹു അൻഹു. അറാദിലുന ബാദിയർ റഅയ് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിയോട് ചോദിച്ച പോലെ,
ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയൊന്നും ഇല്ലാത്ത ആളുകളല്ലേ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെടുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ നിലയും വിലയും സമൂഹത്തിൽ സ്ഥാനമുള്ള പണക്കാരായ അറിയപ്പെടുന്ന കവികൾ, അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ, അറിയപ്പെടുന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ആരാ ഉള്ളത്? ആരാണ് മുഹമ്മദിന്റെ കൂടെ ഉള്ളത്? ആരുമില്ല. മുഹമ്മദ് ഉണ്ട്. മുഹമ്മദ് നല്ല കുടുംബത്തിലൊക്കെ തന്നെ, പക്ഷെ പൊതുവെ അപ്രസക്തനായ ഒരാളായിരുന്നു. ശുദ്ധനാണ്. പക്ഷെ അവന്റെ കൂടെ ആരാ ഉള്ളത്? ആരുമില്ല. ഉള്ള ആളുകളൊക്കെ തന്നെ ഈ അമ്മാറിനെ പോലെ. അമ്മാർ എന്ന് പറഞ്ഞാൽ അമ്മാർ റളിയല്ലാഹു അൻഹു വേരില്ലാത്ത ആളാണ്. എന്ന് പറഞ്ഞാൽ മക്കയിൽ വേരില്ലാത്ത ആൾ. അമ്മാർ റളിയല്ലാഹു അൻഹു യാസിർ സുമയ്യ റളിയല്ലാഹു അൻഹുമ ദമ്പതികളുടെ ആ, മകനാണ്. ഇപ്പൊ യാസിർ അവര് യമനിൽ നിന്ന് വന്നിട്ട് അവിടെ താമസമാക്കിയ കുടുംബമാണ്. കച്ചവടമൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ മക്കയിൽ താമസാക്കിയ ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഒരു ഗോത്രമില്ല. അല്ല, അടിമകളായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അമ്മാറിനെയൊക്കെ അവർ പിടിച്ചുകൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. അല്ലെങ്കിൽ അടിമയെ യജമാനൻ മർദ്ദിക്കണ പോലെയല്ല അമ്മാർ റളിയല്ലാഹുവിനെ മർദ്ദിച്ചത്. മറിച്ച് അയൽവാസികളും ആ നാട്ടിലെ പ്രമാണികളുമായ ആളുകൾ പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തത്. എന്താ കാരണം? ഇവരെ മർദ്ദിച്ചാൽ ചോദിക്കാൻ വേറെ ഗോത്രങ്ങൾ ആരുമില്ല. കാരണം അവരൊരു ചെറിയ കുടുംബമാണ്. അവർ വേറെ ഏത് ഗോത്രവുമായിട്ടും സന്ധി ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കാതിരുന്നതിന്റെ കാരണം എന്താ? ബനൂ ഹാഷിം ഞങ്ങളോട് പകരം ചോദിക്കും. ബനൂ ഹാഷിം പകരം ചോദിക്കും എന്ന് പേടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കാതിരുന്നത്. അല്ലെങ്കിൽ അവർ മർദ്ദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ വേറെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് വേറെ ഗോത്രങ്ങൾ അന്വേഷിച്ചു പോയി നബി. ആ കഥ നമ്മൾ പറയുകയുണ്ടായി. അന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു പിന്തുണ കൊടുക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ മക്ക വിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു ഇബ്നു ദഖ്നയെ പോലെയുള്ള ആളുകൾ. എന്നിട്ട് പറഞ്ഞു, ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു, അബൂബക്കറിനെ ആരും ആക്രമിക്കാൻ പാടില്ല എന്ന്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അഭയം കൊടുക്കണം, ഓരോ ഗോത്രത്തിന്റെ ആളുകളായിട്ട്. അല്ലെങ്കിൽ ആരും കയറി ആക്രമിക്കും. ഞാൻ അഭയം കൊടുത്തു അല്ലെങ്കിൽ ഞാൻ ഗോത്രവുമായിട്ട് സന്ധി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി ആ ഗോത്രക്കാർ പകരം ചോദിക്കും ആക്രമിച്ചാൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ ത്വാലിബ് പിന്തുണ കൊടുത്തു. അബൂ താലിബ് കൈയഴിഞ്ഞിരുന്നെങ്കിൽ എന്നോ നബിയെ ആക്രമിക്കുമായിരുന്നു. പക്ഷെ അബൂ താലിബ് നബിക്ക് ശക്തമായ പിന്തുണ കൊടുത്തു. 40 വർഷം ഞാൻ നിനക്ക് എങ്ങനെ പിന്തുണ തന്നോ അങ്ങനെ തന്നെ ഞാൻ മരിക്കുന്നവരെ നിനക്ക് പിന്തുണ തരുമെന്ന് അബൂ താലിബ് പറഞ്ഞു. ആ പറഞ്ഞത് ഖുറൈശികളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പറയുകയും ചെയ്തു. എൻ്റെ അനുജന്റെ മകൻ അവൻ നല്ലവനാണ്, അവന് ഞാൻ പിന്തുണ കൊടുക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും ഞാൻ അവന് പിന്തുണ കൊടുക്കും. ആ പിന്തുണ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് ഇരിക്കുമ്പോൾ ആരും ഉപദ്രവിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ 10 കൊല്ലവും നബിക്ക് ഉപദ്രവം ഏൽക്കേണ്ടതായിരുന്നു. അപ്പോ അവര് പറയുന്നത് നിങ്ങളുടെ കൂടെ വരുന്ന ബിലാല് അടിമയാണ്, ഖബ്ബാബിനെ പോലെയുള്ളവർ പാവങ്ങള്, ഒന്നിനും പറ്റാത്തവര്, ക്രൂരമായ മർദ്ദനത്തിനിടയാകുന്ന, ആർക്കും കയറി മേയാൻ പറ്റുന്ന ആളുകൾ, അവരൊക്കെയല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത്, അവരൊക്കെയല്ലേ വരുന്നത്. അതേ സമയത്ത് ഇത് നല്ലൊരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ നല്ലൊരു സംഗതിയാണ്. ഇത് നല്ലൊരു സംഗതി ആയിരുന്നെങ്കിൽ അതിലുണ്ടാവേണ്ടത് ആരൊക്കെയാണ്? അബുൽ ഹക്കം, അബൂജഹൽ, അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ ആദ്യത്തിലാട്ടാ. ഉം. അതുപോലെയുള്ള ആളുകളല്ലേ ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, റബിയ, അങ്ങനെ വലിയ വലിയ ആളുകളില്ലേ, നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. ഷാമിലൊക്കെ പോയി കച്ചവടം നടത്തിയിട്ട് സ്വത്തൊക്കെ കൊണ്ടുവരുന്ന വലിയ ആളുകളില്ലേ. എത്ര എത്ര ആളുകളുണ്ട്, എത്ര എത്ര പ്രഗത്ഭരുണ്ട്. അവരെന്താ ഇതിലേക്ക് വരാത്ത് ചോദിക്കാണ്. അപ്പോ സാധാരണക്കാർക്കൊന്ന് ശരിയാണ്. അപ്പോ ഇങ്ങനെയാണോ സത്യത്തിന്റെ അടിസ്ഥാനം? ഇത് ഇവർ തന്നെ സത്യത്തിന് വെച്ച അടിസ്ഥാനമാണോ? എങ്ങനെയാണോ സത്യം കണക്കാക്കുന്നത്? ഒരു ചോദ്യം. ഇതാണോ സത്യം? ഇത് അവർ വെച്ച നിബന്ധന. എങ്ങനെയല്ലല്ലോ അവർ സത്യം കണക്കാക്കൽ. അവരുടെ തന്നെ നിബന്ധന അനുസരിച്ച് സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ. സത്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പ്രമാണിമാർ അംഗീകരിച്ചത് എന്താണോ അതാണോ സത്യം? അങ്ങനെ ഒരു നിബന്ധന ആര് കൊണ്ടുവന്ന്?
സമൂഹത്തിലെ കഴിവുള്ളവരും കലാകാരന്മാരും സാംസ്കാരികന്മാരും കവികളും അംഗീകരിച്ചതാണോ സത്യം? സത്യത്തിന് ഇങ്ങനെ ഒരു നിബന്ധന ആരാ കൊണ്ടുവന്ന്? അത് സത്യമെന്ന് പറയില്ലല്ലോ. അപ്പോൾ സത്യത്തിന് അവർക്ക് തന്നെ പരിചയമില്ലാത്ത ഒരു നിബന്ധന അവർ കൊണ്ടുവന്നത്. കാരണം അവർ മനസ്സിലാക്കിയത് സത്യം എന്ന് പറയുന്നത് പലപ്പോഴും കൈപ്പറ്റതാണെന്ന് അവർ തന്നെ അംഗീകരിക്കുന്നതാണ്. അപ്പോ സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും തൗഹീദിന്റെയും മാർഗത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനം അവർക്ക് എപ്പോഴാണ് വന്നത്? അത് അവർക്ക് പറ്റാതാവുമ്പോൾ. അങ്ങനെയാണല്ലോ ആ നിബന്ധനകൾ കൊണ്ടുവരിക. അപ്പൊ അതാണ് പറയുന്നത്, വക്കാലല്ലദീന കഫറു, നിഷേധികൾ പറഞ്ഞു, ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് അല്ലെങ്കിൽ സത്യവിശ്വാസികളെ കുറിച്ച്, ലൗകാന ഖൈറൻ മാ സബഖൂന അലൈഹി, ലൗകാന അതായിരുന്നുവെങ്കിൽ, ഖൈറൻ നല്ലത് അല്ലെങ്കിൽ നന്മ ആയിരുന്നുവെങ്കിൽ, മാ സബഖൂന ഇലൈഹി ഞങ്ങളായിരുന്നില്ല അതിലേക്ക് നേരത്തെ എത്തുക, മുൻകടക്കുക. സംഭവിച്ചത് എന്താ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വൈദലം യഹ്തദൂ ബിഹി, അവർ ഈ ഖുർആൻ മുഖേന ഹിദായത്തിലായില്ല. ഇത് ലം യഹ്തദൂ ബിഹി, ഇത് മുഖേന അവർ ഹിദായത്തിലായില്ല. ഫസയഖൂലൂന, അവർ പറഞ്ഞേക്കും, ഹാദാ, ഇത്, ഇഫ്കും ഖദീം, വളരെ പഴയ ഒരു കെട്ടുകഥയാണ്. നേരത്തെ പറഞ്ഞിരുന്നവര് ഇത് ഞങ്ങളുടെ പൂർവികന്മാരിലൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ്. ഞങ്ങളിത് പിന്നെ മാ സമീന ബിഹാദ ഫി മില്ലത്തിൽ അവലീൻ, മാ സമീന ബിഹാദ ഫി ആബായിനൽ അവലീൻ, ഞങ്ങളുടെ മുൻഗാമികൾ ആരും ഇതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ഇത് പണ്ടുള്ളതാണെങ്കിൽ ഞങ്ങളുടെ മുൻഗാമികളൊക്കെ പറഞ്ഞു കേൾക്കണ്ടേ? അപ്പൊ ഇതൊരു പുതിയ സാധനമാണ്, നീ എന്താണ് മുൻഗാമികൾക്കൊന്നും ഇല്ലാത്ത ഒരു പുതിയ സാധനം കൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചിരുന്നത്. ഇപ്പൊ അവർ പറയുന്നത് നേരെ തിരിച്ചാ, ഇത് പഴയ കെട്ടുകഥയാണ്. കോൺട്രാഡിക്ഷൻ, രണ്ട് കോൺട്രാഡിക്ഷൻ കാണിക്കണം ഒരേ കാര്യത്തിൽ. സയഖൂലൂന ഹാദാ ഇഫ്കുൻ കദീം, ഇതിപ്പോ എങ്ങനെ പഴയ കെട്ടുകഥയാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഇത് പുതിയ കെട്ടുകഥ വേണ്ടേ? അപ്പൊ നിങ്ങൾ പറയുന്നത് ഏതോ അസാത്തിറുൽ അവ്വലീൻ, പഴയ ആളുകളുടെ കെട്ടുകഥയാണ്. നിങ്ങൾ ഇതാ പറയുന്നത് ഞങ്ങളിത് പഴയതിൽ കേട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ പഴയ കെട്ടുകഥയാണെന്നുണ്ടെങ്കിൽ പഴയ കെട്ടുകഥയിലും പഴയ കാലത്തും ഇതുണ്ട്, പുതിയ കാലത്തും ഇതുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതോ പഴയ കാലത്തും അന്നുണ്ട് അള്ളാഹു ഏകനാണ്. ആ ഏകത്വത്തിന്റെ തൗഹീദ് അന്നു മുതൽ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സംശയമുണ്ടോ? നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കൂടെ നിങ്ങൾ സന്ധി ചെയ്ത ഒരുപാട് ഗോത്രങ്ങളില്ലേ? നിങ്ങൾ സന്ധി ചെയ്ത് അറബ് നാട്ടിൽ അറബികൾക്കിടയിൽ ജീവിക്കുന്ന ഒരുപാട് ഗോത്രങ്ങളില്ലേ? നിങ്ങൾ സന്ധി ചെയ്ത് നിങ്ങൾ ആക്രമിക്കുന്നതിന് തടയുന്ന ഒരുപാട് ഗോത്രങ്ങളില്ലേ? നിങ്ങളുടെ പലരുടെയും അമ്മാവന്മാരും കുടുംബക്കാരൊക്കെ ആയ ഔസ് ഹസ്രജ് ഗോത്രക്കാരുടെ ഒക്കെ സന്ധി ചെയ്ത് മദീനയിൽ നിലനിൽക്കുന്ന ഒരുപാട് ഗോത്രങ്ങളില്ലേ? ബനു നദീർ പോലെ, ബനു കൈനുക്കാവ് പോലെ, ബനു ഖുറൈള പോലെ, താലബ് പോലെ ഒരുപാട് അറബി ഗോത്രങ്ങൾ, 10-20ഓളം യഹൂദ ഗോത്രങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നു. ആ യഹൂദികളെയൊക്കെ നിങ്ങൾക്കറിയാലോ. അല്ലെങ്കിലും നിങ്ങൾ മക്കയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ലല്ലോ. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കച്ചവടമല്ലേ? തണുപ്പ് കാലത്തും ചൂട് കാലത്തും എങ്ങനെ കച്ചവടം ചെയ്യണം, സമ്മറിലും വിന്ററിലും, സൈഫ് ഷിത്ത, എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കച്ചവടം ചെയ്തിട്ടാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ മക്കയെ ഒരു സ്ഥലമാക്കി മാറ്റിയത്. അല്ലെങ്കിൽ മക്കയിൽ എന്താണുള്ളത്? ലീലാഫി ഖുറൈഷ്, ഖുറൈഷികളുടെ ഇണക്കം മനോഹരമാണ്. ഈലാഫിഹിം രഹലത്ത ശിത്താഇ വസ്സൈഫ്, ശൈത്യകാലത്തും ചൂടുകാലത്തും തണുപ്പ് കാലത്തും അവരുടെ പോക്കുവരവുകൾ ഓരോ സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് കച്ചവടം ചെയ്യാൻ അവർക്കറിയാം. യമനിലേക്ക് എപ്പോൾ പോകണം, ഇറാഖിലേക്ക് എപ്പോൾ പോകണം, യമനിലേക്കും സിറിയയിലേക്കും ഷാമിലേക്കും എപ്പോൾ പോകണം. റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ഷാമിലെ കച്ചവട മാർക്കറ്റിൽ വരുന്ന അവിടെ നിന്ന് കച്ചവട സാധനങ്ങൾ വാങ്ങിയിട്ട് മക്കയിലെ മാർക്കറ്റിൽ വിറ്റ്, മക്കയിൽ നിന്ന് അത് യമനിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി, ഇറാഖിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി കച്ചവടമായിരുന്നു. അല്ലാതെ മക്കയിൽ എന്താണുള്ളത്? മക്ക സാംസ്കാരിക കേന്ദ്രമായത് എങ്ങനെയാണ്? മക്കയിലും ഉക്കാദ് മാർക്കറ്റ് പോലെ, ദുൽമജന്ന മാർക്കറ്റ് പോലെ വലിയ വലിയ മാർക്കറ്റുകൾ മക്കയിൽ എങ്ങനെ വന്നു? എന്തുകൊണ്ടാണ് ലോകത്ത് ശ്രദ്ധിക്കപ്പെടാതിരിക്കുമായിരുന്ന ഒരു മൂലയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയത്? അവിടെ ഒരു കാബ ഉണ്ടായിരുന്നു. ആ കാബയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ വന്നു. അങ്ങനെയാണ് പിന്നീട് അതിന് ചുറ്റിപ്പറ്റി താമസം ഉണ്ടായത്. അതിനു മുമ്പ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി ദറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, പടച്ചവനെ, ഒന്നുമില്ലാത്ത, ഒരു ചെടിയില്ലാത്ത, ഒരു വെളിച്ചമില്ലാത്ത, ഒരു തണലേകാൻ ഒരു വൃക്ഷം പോലും ഇല്ലാത്ത, വെള്ളം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞാനിതാ എൻ്റെ മക്കളെ ഇട്ടിട്ട് പോകുന്നു റബ്ബേ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുമ്പോൾ മക്കയിൽ എന്താണുള്ളത്? ഒന്നുമില്ല. ആ മക്കയിൽ കഅബാലയം പണിതതിന്റെ പേരിൽ
ഇബ്രാഹിം നബി വിളിച്ചതിന്റെ പേരിൽ ആളുകൾ നാനാഭാഗത്തു നിന്നും ഒഴുകി വന്നു. അവിടെ ബിസിനസ് ഉണ്ടായി, അവിടെ ജനവാസം ഉണ്ടായി, അവിടെ കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായി, അവിടെ സാഹിത്യ സദസ്സുകൾ ഉണ്ടായി. ലീലാഫി ഖുറൈഷ് ഈലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്സൈഫ്. ഇപ്പൊ നിങ്ങൾ ഷാമിലും യമനിലും ഇറാഖിലും പോയി കച്ചവടം നടത്തി സമ്പാദിച്ച് നിങ്ങൾ മക്കയിൽ വലിയ വലിയ പണക്കാരായി നിങ്ങൾ മാറി. എത്ര പണക്കാരായി? ബദർ യുദ്ധത്തില് എല്ലാ നേതാക്കന്മാരും, ഖുറൈശികളുടെ ഒന്നാം കട നേതാക്കന്മാരെല്ലാവരും മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടിയിട്ട്. കച്ചവടത്തിന് പോയിരുന്ന ഒരു നേതാവ് അബൂ സുഫിയാൻ മാത്രം രക്ഷപ്പെട്ടു. അബൂ സുഫിയാൻ പിന്നീട് ഒറ്റ നേതാവായി മാറി, ഖുറൈശികളുടെ ഒറ്റ നേതാവ്. അങ്ങനെ ആ നേതൃത്വം കിട്ടാൻ വേണ്ടി ഉഹുദ് യുദ്ധം ഒറ്റക്കാണ് നയിച്ചത്. ഉഹുദ് യുദ്ധം നയിച്ചു കൊണ്ടുവന്ന് അബൂ സുഫിയാൻ സ്വന്തം നിലക്ക് ഉഹുദ് യുദ്ധം നയിക്കാൻ വേണ്ടി കൊടുത്ത പൈസ 50,000 ദീനാറാ. 50,000 ദീനാർ. 20 ദീനാർ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ 50,000 ദീനാർ ഞാൻ കണക്കൂട്ടിയിട്ട് എനിക്ക് കിട്ടിയില്ല. 3.5 കോടിയോ 4 കോടിയോ എത്രയോ വരും. അത്രയും പൈസ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടിട്ടാണ് ആ നേതൃത്വം പിടിച്ചത്. അപ്പോ പറഞ്ഞു വന്നത്, കാശുകാരാണ് അവര്. നമ്മൾ വിചാരിക്കുന്ന കാശൊന്നല്ല. അത് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പുതിയ കാലത്തെ വ്ളോഗർമാരൊക്കെ പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒക്കെ കണക്കൂട്ടിയിട്ട് ഇലോൺ മസ്കിന്റെ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു ആലം. എന്തായാലും നല്ല കാശുണ്ടായിരുന്നു. അബൂ സുഫിയാൻ ബദർ യുദ്ധത്തിന്റെ സമയത്ത്, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഷാമിൽ നിന്ന് അബൂ സുഫിയാൻ മദീനയിലേക്ക് മക്കയിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് 1000 ഒട്ടകങ്ങൾ പേറുന്ന സ്വത്തായിട്ടാണ് വരുന്നത്. 1000 ഒട്ടകങ്ങളുടെ പുറത്ത് ചുമലിൽ സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. ഇന്ന് എത്ര കണ്ടെയ്നർ കൊണ്ടുവരേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അത്രയധികം സ്വത്തുമായിട്ടാണ് വരുന്നത്. പറഞ്ഞു വന്നത്, മക്ക ഇങ്ങനെയൊക്കെ ആയി തീർന്നത് ഈ കാബ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവര് കച്ചവടത്തിന് പോകുന്നവരാണ്. യമനിൽ ജൂതന്മാരുണ്ട്, ഇറാഖിൽ ജൂതന്മാരുണ്ട്, സിറിയയിൽ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന്റെ സമയത്ത് റോമ സാമ്രാജ്യം ഭരിക്കുന്നത് ബൈസാന്റിയൻ എംപയറാണ്, ക്രിസ്ത്യാനികളാണ്. ആ റോമ സാമ്രാജ്യത്തായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരല്ല ഈ അറബികൾ. മദീന അവരുടെ സ്വന്തം അടുത്താണ്, അവിടെയുണ്ട്. മക്കയിൽ ഈ യഹൂദന്മാർ ഇവിടെ വന്ന് മക്കയിൽ വന്നിട്ട് കച്ചവടം നടത്താറുണ്ട്. അവരിവിടെയും വന്ന് കച്ചവടം നടത്തും. മക്കയിലും ഷാമിൽ നിന്നുള്ള ജൂതന്മാരും യമനിൽ നിന്നുള്ള ജൂതന്മാരും എല്ലാവരും വന്ന് കച്ചവടം നടത്തുമായിരുന്നു. നെജ്റാൻ എന്ന് പറയുന്ന ഹിജാസിൽപ്പെട്ട ഒരു സ്ഥലത്ത്, ഹിജാസിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നു. അപ്പൊ ഇവർക്ക് എന്താ അറിയില്ലേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതൊന്നും? വേറെ ആരുടെ കേട്ടിട്ടില്ലേ? ഖുറൈശികളിൽപ്പെട്ട ആളുകള്, ചില ആളുകള് നേരത്തെ തന്നെ ആ മതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഖദീജ ബീവിയുടെ കസിനായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ കഥ നമുക്കറിയാം. വറഖത്ത് ബിൻ നൗഫല് ഈസാ നബിയുടെ മാർഗം പിൻപറ്റിയ ആളായിരുന്നു. ഞാൻ അറിയുകയാണെങ്കിൽ, താങ്കൾ അള്ളാഹു നിയോഗിച്ചു എന്നറിയുകയാണെങ്കിൽ, താങ്കളെ ഈ മക്കയിൽ നിന്ന് അവർ പുറത്താക്കുന്ന സമയത്ത് ഞാനുണ്ടാവും കൂടെ. ആദ്യമായി അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വെളിപാട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഖുർആൻ ആദ്യമായി ഇറങ്ങിയപ്പോൾ പേടിച്ച്, വഹി ഇറങ്ങിയപ്പോൾ പേടിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി ഖദീജ ബീവി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് വറക്ക പറയാണ്, ഇത് പ്രവാചകന്മാർക്ക് വന്നിട്ടുള്ള അതേ ജിബ്രീലാണ്, താങ്കൾ അള്ളാഹു പ്രവാചകനാക്കിയിരിക്കുന്നു. ഇനി താങ്കളെ ഇവർ പുറത്താക്കും ഈ ഭൂമിയിൽ നിന്ന്. അങ്ങനെ പുറത്താക്കുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് കൂടെ നിന്ന് പോരാടും. അത്രമാത്രം വരാനിരിക്കുന്ന നബിയെ പറ്റി വറക്കക്ക് അറിയാമായിരുന്നു. ഇവരുടെ കൂടെ ഉള്ളവരല്ലേ. എന്നിട്ടെന്താ ഇവരൊന്നും അറിയാത്ത പോലെ പറയുന്നത്? അപ്പൊ മുമ്പുള്ള കാലത്തും വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ദീന്, ഈ കാലത്തും വരുന്നുണ്ട്. അമീൻ ഖബ്ലിഹി കിതാബു മൂസ ഇമാമൻ വറഹ്മ. അമീൻ ഖബ്ലിഹി, ഇതിനു മുമ്പേ ഉണ്ട്. ഇപ്പൊ ആദ്യമായിട്ടൊന്നല്ല ഒരു ഗ്രന്ഥം വരുന്നത് അള്ളാഹുവിന്റെ അടുത്തുനിന്ന്. അമീൻ ഖബ്ലിഹി, ഇതിനു മുമ്പുണ്ട്. കിതാബ് മൂസായുടെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഗ്രന്ഥം, മൂസാ നബിക്ക് കൊടുത്തത്. സുഹഫ് ഇബ്രാഹിമോ മൂസാ നബിക്ക് കൊടുത്ത ഗ്രന്ഥവും പേജുകളും. ഇമാമൻ വറഹ്മ, മാതൃകയായിട്ടും അതുപോലെ കാരുണ്യമായിട്ടും. ഇമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നയിക്കാൻ എന്നുള്ളതാണ്. അതെല്ലാം മാതൃകയായിട്ടും കാരുണ്യമായിട്ടും
ഇതിനു മുമ്പേ മൂസാ നബിക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥം. ഏതാ ഗ്രന്ഥം? തൗറാത്ത്. ഏതാ മൂസാ നബിക്ക് കൊടുത്ത ഗ്രന്ഥം? തൗറാത്ത്. 4 ഗ്രന്ഥങ്ങളെ നമുക്കറിയാം. ഒന്ന് തൗറാത്ത്. ഈ 4 ഗ്രന്ഥം നമുക്കറിയുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പഴയത് തൗറാത്താണ്. പിന്നീട് സബൂറാണ്. അത് ദാവൂദ് നബിക്കാണ് കൊടുത്തത്. അത് കൂടുതൽ കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഇഞ്ചീലാണ്. അത് ഈസാ നബിക്കാണ് കൊടുത്തത്. അവസാനത്തത് ഖുർആൻ. ഒരു നാഗരിക പുരോഗതി നമ്മൾ നോക്കുമ്പോൾ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്കാണ് പുരോഗതി പ്രാപിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളണം. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്കാണ് പുരോഗതി പ്രാപിക്കേണ്ടത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ളതെല്ലാം എഴുതിയിട്ടാ കൊടുത്തത്, വരമൊഴിയിലാ. പരിശുദ്ധ ഖുർആൻ വാമൊഴിയിലാണ്. എന്താ കാരണം? നിലനിൽക്കാൻ. പരിശുദ്ധ ഖുർആൻ നിലനിർത്തിയത് ഹിഫ്ളിലാണ്. നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിലനിർത്തി അള്ളാഹു. അത് നിലനിർത്തുന്നതിന്റെ ഒരു വഴിയായിരുന്നു അത്. അപ്പൊ അമിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ് കിതാബ് മൂസായുടെ ഗ്രന്ഥം ഇമാമൻ മാതൃകയായിക്കൊണ്ടും റഹ്മത്തൻ കാരുണ്യമായിക്കൊണ്ടും. ഇനി വഹാദ കിതാബ്, ഈ ഗ്രന്ഥം, അതായത് ഈ ഖുർആൻ, മുസദ്ദിഖുൽ, അത് സത്യപ്പെടുത്തുന്നതാണ്. ഏത്? മുമ്പ് വന്ന എല്ലാ ഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്നതാണ്. മുമ്പ് വന്ന എല്ലാ ഗ്രന്ഥങ്ങളെയും നിഷേധിച്ചുകൊണ്ടല്ല വന്നത്, മുമ്പ് വന്ന എല്ലാ ഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾ അതിന്റെ ഇടയിൽ കൂടെ കയറി കളിക്കലുണ്ട് കേട്ടോ. അതും കൂടെ അതിൽ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടി പറയാം. ഈ മുമ്പ് വന്ന ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴവിടെ ഉള്ള ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുക എന്നുള്ളതല്ല. എന്നിട്ട് ചില ആളുകൾ പറയും, ഇതിന്റെ അർത്ഥം എന്താ, ബൈബിളിൽ പറഞ്ഞത് ഫുള്ള് സത്യമാണെന്നാ. അങ്ങനെയല്ല. ആ സാധനങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ചിലർ പറയും ബൈബിൾ ഏതൊക്കെയുള്ള? പഴയ നിയമം അത് തൗറാത്ത്, പുതിയ നിയമം അത് ഇഞ്ചീല്, സങ്കീർത്തനങ്ങൾ അത് സബൂർ. അപ്പൊ ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഖുർആൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. അതൊക്കെ കേട് വന്നിക്കണ്. അത് അവര് തിരുത്തലുകൾ നടത്തിയിരിക്കണെന്ന് പറഞ്ഞാൽ, തിരുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഇറങ്ങണ സമയത്തും തിരുത്തൽ നടത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഖുർആൻ അതിനെ സത്യപ്പെടുത്തിയല്ലേ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവിയൽ വാദമുണ്ട് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ അതിന് സർവമത സത്യവാദം എന്ന് പറയും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും അതല്ല ഉദ്ദേശിച്ചത്, ആ സത്യപ്പെടുത്തലല്ല. സത്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ എല്ലാ പ്രവാചകന്മാരും ഏകത്വത്തെ ഊന്നിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഏകദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നുള്ളത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഇറക്കിയത് അതിനെയാണ് സത്യപ്പെടുത്തുക. അല്ലാതെ ഇവര് കടത്തിക്കുട്ടിയെ എങ്ങനെ അള്ളാഹു സത്യപ്പെടുത്തുക? എന്തോ പറയണേ, ലോജിക്ക് വേണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എന്താണോ അതിനെ സത്യപ്പെടുത്തി. അത് ഇവിടെ ഉണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയണേ. എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ കുറെ ബൈബിള് തിരിച്ചും മറിച്ചും പലതും ഇംഗ്ലീഷ് എഡിഷനും പലതും നോക്കിയാണ്. എനിക്കൊന്നും തോന്നിയിട്ടില്ല. എന്താ? പുതിയ നിയമമൊക്കെ ഒന്ന് എടുത്തു നോക്ക്. മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, ഗോസ്പൽ അക്കോർഡിംഗ് ടു, ഇത് എൻ്റെ അർത്ഥം മാത്യുവിന്റെ അല്ലെങ്കിൽ മത്തായിയുടെ അഭിപ്രായത്തിലുള്ള കുറെ സുവിശേഷങ്ങൾ എന്നല്ലേ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞത് മത്തായി കേട്ടിട്ട് എഴുതിയത്. അങ്ങനെ ദൈവം ഇറക്കിയതാണ്. ദൈവം പോയിട്ട് യേശു ക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞതുപോലും അല്ലല്ലോ. യേശു ക്രിസ്തു പറഞ്ഞ മത്തായി എഴുതി വെച്ചല്ലേ. യേശു നേരിട്ട് പറയണതല്ല, പറയണത് വളരെ കുറവ്. ആ ജീവിതമാണ് എഴുതി വെച്ചത്. അല്ലെങ്കിൽ ലൂക്കോസിന്റെ ലൂക്ക് അങ്ങനെ ഒരു 3-4 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ കാണാൻ പറ്റുന്നത് ഈ സെന്റ് പോളിന്റെ കുറെ ലെറ്ററുകളാണ്. എഫെസ്യർക്കുള്ള ലെറ്ററുകൾ, അങ്ങനത്തെ കുറച്ച് ലെറ്ററുകളാണ്. അതിൽ ഈസാ നബിയുടെ ഒക്കെ എത്രയോ കാലശേഷം വന്ന ഒരാള് ഏതോ ചില ആളുകൾക്ക് എഴുതിയ കത്തുകളാണ്. അത് അതിൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഈ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ ആ ഇഞ്ചീൽ എവിടെ? അത് പുതിയ നിയമത്തിൽ ഇല്ല. ഞാൻ മാത്രം പറയണല്ലോ, ഒരുപാട് പഠനങ്ങളുണ്ട് അത് സംബന്ധമായിട്ട്. പിന്നെ സങ്കീർത്തനങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ സബൂർ എവിടെ കാണാനാ? എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാ പിന്നെ പഴയ നിയമത്തിൽ കുറെ നല്ല സംഗതികൾ ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ അടുത്ത് ഇറങ്ങിയതായിരിക്കും നമ്മൾ വിചാരിക്കുക. ഉൽപ്പത്തി പുസ്തകം മുതൽ
നോക്കുമ്പോൾ അത് എന്തോ ചരിത്രം എഴുതി വെച്ച പോലെയാണ് തോന്നുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഈ ഓർഡറിൽ ചരിത്രം പറയോ? ഈസാ നബിക്ക് അല്ല, മൂസാ നബിക്ക് ഇറങ്ങിയതാണ് തൗറാത്ത്. അത് എക്സോഡസ് കഴിഞ്ഞിട്ട്, അതായത് എക്സോഡസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറപ്പാട്. പുറപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസാ നബി പുറപ്പെട്ടു വരുന്നതാണ്. അത് തൗറാത്തിൽ പറയും അങ്ങനെ. മൂസാ നബി അവിടെ നിന്ന് പുറപ്പെട്ടു വന്ന്, ആ പുറപ്പെട്ടു വന്നതിന് ശേഷം അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാം, പഴയ നിയമത്തിൽ പറയാം മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്താണെന്ന് പറഞ്ഞ സംഗതിയിൽ പിന്നെ മൂസാ നബിയുടെ കുറെ കാലശേഷം കഴിഞ്ഞ് വന്നിട്ടുള്ള രാജാക്കന്മാര്, ന്യായാധിപന്മാര്, അത് മൂസാ നബിയുടെ കാലത്തുള്ളതൊന്നല്ല, അതൊക്കെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതല്ലേ. ന്യായാധിപന്മാര്, രാജാക്കന്മാര്, സുലൈമാൻ നബി, ദാവൂദ് നബി, ഇവരുടെയൊക്കെ ചരിത്രങ്ങള്. അപ്പൊ അതെങ്ങനെ മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്താവണ്? മിസ്സിംഗ് ആണ്. എന്നിട്ട് ആ ചരിത്രം വെച്ചുകൊണ്ട് അതിനെയാണ് ഖുറാൻ സത്യപ്പെടുത്തിയിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. നമ്മൾ ലോജിക്ക് പ്രയോഗിച്ചാൽ മതി. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോ വഹാദ കിതാബുൻ മുസദ്ദിഖുൻ, അത് മുമ്പ് ഇറങ്ങിയ അള്ളാഹുവിന്റെ വാചകങ്ങളെ സത്യപ്പെടുത്തുന്നതാണ് എന്ന് മാത്രമല്ല, ലിസാനൻ അറബിയൻ, ഒരു അറബി ഭാഷയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് അറബി ഭാഷയിലാണ്. അറബി ഭാഷയിലാണ് മാത്രമല്ല, ഏറ്റവും ശുദ്ധമായ അറബി ഭാഷയിലാണ്. ഞാൻ മുമ്പ് കഴിഞ്ഞ തവണ പറയണ്ടായി, അന്ന് അറബി ലോകത്തുള്ള ഒരുവിധം അറബി ഗോത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്ത് അതിന്റെ ഒരു പുസ്തകമൊക്കെ നമ്മൾ പറഞ്ഞത് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കണ്ടിരുന്നു. ഓക്കെ. ലി യുന്ദിറല്ലദീന വലമു വബുഷ്റാലിൽ മുഹ്സിനീൻ. ലി യുന്ദിറല്ലദീന വലമു, അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. അക്രമികളെ പേടിപ്പിച്ചിട്ടുണ്ട് ഖുറാനിൽ. ഈ ഖുറാൻ ഓതുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം. കാരണം നമ്മൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം നമ്മൾ ഈ ലോകത്ത് സഹിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും എല്ലാം നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് കഴിഞ്ഞൊരു ലോകം വരാനുണ്ട്, അവിടെ നമുക്ക് ഹാപ്പിയാണ്. മറ്റുള്ള എന്തിനാ പേടിക്കണം? ഇങ്ങനൊന്നും ഇല്ലെങ്കിൽ. ചില ആളുകൾക്ക് ഖുറാൻ കേൾക്കുമ്പോൾ പേടിയാ. കാരണം എന്താ? എന്തിനാ അവർ പേടിക്കണത്? അങ്ങനൊന്നും ഇല്ലല്ലോ. ചില ആളുകൾ ഈ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ദൈവത്തെ കളിയാക്കുന്നത്. അങ്ങനെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ കളിയാക്കുന്നത്? അവർ വിശ്വാസം ദൈവമില്ല എന്നിട്ട് കാണാൻ ദൈവത്തെ ട്രോളാണ്. അങ്ങനെ ഇല്ലാത്തൊരു സംഗതിയെ പിന്നെ എന്തിനാ അവർ കഷ്ടപ്പെട്ടിട്ട് എതിർക്കണ്? അതേപോലെ അക്രമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകമില്ല, വിചാരണയില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ അവർ പേടിക്കണ് ഖുർആൻ കേൾക്കുമ്പോ? ചില ആളുകൾ പേടിച്ചിട്ട് പിച്ചി ചീന്തുന്നു ഖുർആൻ. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ലിയുന്ദിറല്ലദീന ളലമു, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. വബുഷ്റ, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി. ലിൽ മുഹ്സിനീൻ, നല്ലവരായ ആളുകൾക്ക്. മുഹ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൽവൃത്തരായ ആളുകളാണ് മുഹ്സിനീങ്ങൾ. ഇഹ്സാന്, നന്മ ചെയ്യുന്ന ആളുകൾ. ഹുസ്ൻ, ഏറ്റവും നല്ല. അപ്പൊ ഏറ്റവും നല്ല മുഹ്സിനാത്തുകൾ ചെയ്യുന്ന, നല്ല നന്മകൾ ചെയ്യുന്ന, ഹസനാത്തുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് മുഹ്സിനീൻ എന്ന് പറയാം. അപ്പൊ നല്ലവരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും അക്രമികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയിട്ട് തന്നെയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നിശ്ചയമായിട്ടും അല്ലദീന ഖാലു, പറഞ്ഞവർ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചവർ, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന്. അള്ളാഹുവാണ് എന്ന് വെറുതെ ഉരുവിട്ട് പറയലും അത് പ്രഖ്യാപിക്കലും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉറക്കെ പറയണല്ലോ, വെറുതെ സാധാരണ പറയലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളുകൾ റബ്ബുൻ അല്ലാഹ്. സുമ്മസ്തഖാമു, എന്നിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഫലാ ഖൗഫുൻ അലൈഹിം, അങ്ങനത്തെ ആളുകളുടെ പേടിക്കാനൊന്നുമില്ല. ഫലാ ഖൗഫുൻ അലൈഹിം, അവർ പേടിക്കേണ്ടതൊന്നുമില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്ന് പറഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇഹലോകത്ത് എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചാൽ തന്നെ കുഴപ്പമില്ല, പരലോകത്ത് അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അപ്പോ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് അതിൽ ഉറച്ചു നിൽക്കാൻ വേണം. പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് വിശ്വാസം ഉരച്ചു നോക്കുക. പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അതോടൊപ്പം തന്നെ സന്തോഷങ്ങൾ വരുമ്പോഴും. ഒരാൾ ധനാഢ്യനും സമ്പന്നനൊക്കെ ആവുമ്പോൾ അയാളുടെ പഴയ ഈമാനുണ്ടോ എന്നൊന്ന് നോക്കി.
കുറെ ആളുകൾ കാണാം, കാശ് കിട്ടുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നതോട് കൂടിയിട്ട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. യഥാർത്ഥത്തിൽ സമ്പത്തും ദാരിദ്ര്യവും പരീക്ഷണമാണ്. ഏതാണ് വലിയ പരീക്ഷണം? ഓപ്പൺ ആക്കിയിട്ട് പെട്ടെന്ന് പറയാം. സമ്പത്ത്. സമ്പത്ത്. സമ്പത്ത് ഉണ്ടാവുകയാണ്. സമ്പത്ത് ഉണ്ടാവലാണ് വലിയ പരീക്ഷണം. സമ്പത്തും ദാരിദ്ര്യവും പരീക്ഷണമാണ്. നമ്മൾ വിചാരിക്കും ഏറ്റവും ശക്തമായ പരീക്ഷണം ദാരിദ്ര്യമാണെന്നല്ല, ഏറ്റവും ശക്തമായ പരീക്ഷണം സമ്പത്താണ്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. സമ്പന്നർ ഒരുപാട് ഓരോ ദിർഹത്തിനും ഓരോ രൂപക്കും മറുപടി പറയേണ്ടി വരും. അതാണല്ലോ സമ്പത്തിന്റെ പ്രശ്നം. മറ്റേ കാശ് കുറവുള്ളവർ അതിനനുസരിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇസ്തിഖാമത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമ്മസ്തഖിം, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നേരെ ചൊവ്വെ അടിയുറച്ച് അതിൽ നിലനിൽക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പോലെ അതിൽ അടിയുറച്ച് നിലനിൽക്കണം. കയ്യാലപ്പുറത്തുള്ള ഈമാൻ ആവരുത് നമ്മുടെ ഈമാന്. അത് ഉരുണ്ടു വീഴും. എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളം കേട്ടിട്ടുണ്ടെങ്കിൽ ഉരുണ്ടു വീഴരുത്, പേടിക്കരുത്. ഉറച്ചു നിൽക്കാൻ കഴിയണം. ഈമാൻ അടിയുറച്ചു നിൽക്കാൻ കഴിയണം. അവസാന ശ്വാസം വരെ ഈമാനോട് കൂടി ഉറച്ചു നിൽക്കാൻ കഴിയണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യണം. മറ്റത് ധൈര്യം ഉണ്ടാവില്ല. ഈമാൻ ഉണ്ട് എന്നൊക്കെ പറയും, പക്ഷേ സന്നിഗ്ധ ഘട്ടം വരുമ്പോ വിറച്ചു പോകും. ഇപ്പൊ നമ്മളെ പലസ്തീനികളൊക്കെ നോക്ക്, അവരൊക്കെ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയും. അപ്പോ നേരെ ചൊവ്വെ ഉറച്ചു നിലനിൽക്കണം. അങ്ങനത്തെ ആളുകൾക്ക് പേടിക്കാനില്ല, ഭയപ്പെടാനില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരുടെ കാര്യം പ്രശ്നങ്ങളൊന്നുമില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയുടെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. അജബല്ലി അംരിൽ മുഅ്മിൻ എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. ഇന്ന അമ്രഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും അവന് ഗുണാണ്. എന്താണ് ഗുണം? ഇന്ന അസാബത്തുഹു സറാ ശക്കറ ഫക്കാന ഖൈറൻ ലഹു, അവൻ എന്തെങ്കിലും നന്മ വന്നു ഭവിച്ചാൽ അവൻ അതിന് നന്ദി രേഖപ്പെടുത്തും, അത് അവന് ഗുണകരമായി വരും. വൈൻ അസാബത്തുഹു ദർറാ സബറ ഫക്കാന ഖൈറൻ ലഹു, അവൻ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു ഭവിച്ചാൽ അവൻ ക്ഷമിക്കും, അതും ഗുണകരമാണ്. അപ്പൊ സന്തോഷം വരുമ്പോൾ നന്ദി രേഖപ്പെടുത്തുകയും പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്നത് സത്യവിശ്വാസിയാണ്. ഇത് രണ്ടും അവന് ഗുണകരമാണ്, രണ്ടും അവന് പ്രതിഫലമാണ്. അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല. ലോകത്ത് ആശ്വാസത്തോടു കൂടി എല്ലാ സംഗതിയെയും നേരിടാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം സത്യവിശ്വാസികൾ മാത്രമാണ്. ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഇല്ലെങ്കിൽ എല്ലാത്തിനും പേടിക്കേണ്ടി വരും. മുനാഫിക്കുകളുടെ അവസ്ഥ അങ്ങനെയാണ്. എല്ലാത്തിനെയും പേടി അവർക്ക്. ഈമാനില്ലാത്ത ആളുകൾ പിന്നെ മുനാഫിക്കാണല്ലോ. മുനാഫിക്കുകളുടെ അവസ്ഥ ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഹ്സബൂന കുല്ല സുയ്ഹത്തിൻ അലൈഹി, എല്ലാ ഒച്ചയും വിളിയും ഞങ്ങൾക്കെതിരാണ് എന്ന് അവർക്ക് തോന്നും, മുനാഫിക്കുകൾ. അപ്പൊ അവര് കാണുന്നവരൊക്കെ ശത്രുവായിട്ട് കാണും. മുനാഫിക്കാവാതെ ഈമാൻ അടിയുറച്ച് ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ആരെയും പേടിക്കൂല. വല യഖാഫൂന ലൗമത ലായിം, ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകനെയും വലവെക്കൂല, ഒരു ശത്രുവിനെ പേടിക്കൂല. വല യഖാഫൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ അവരാരെയും ഭയപ്പെടൂല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. ഉലൈക, അവരാണ് അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾ. ഖാലിദീന ഫീഹ, അവർ അവിടെ ശാശ്വതരാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി. ജസാഅൻ, പ്രതിഫലമായി. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി. അവർ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിന്റെ പ്രതിഫലമായി പരലോകത്ത് അവർ ശാശ്വതരായിരിക്കും. എന്താണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്? ദുനിയാവിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ദുനിയാവിൽ രേഖപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടോ? ഏതെങ്കിലും ഒരു പ്രവർത്തനം രേഖപ്പെടുത്താതെ പോകുന്നുണ്ടോ? ഒരു പ്രവർത്തനവും പോകുന്നില്ല. ഏതെങ്കിലും ഒരു സംസാരം രേഖപ്പെടുത്താതെ പോകുന്നുണ്ടോ? എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാത്തിനും പ്രതിഫലം കിട്ടും. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് എന്നിവിടെ പറഞ്ഞില്ല, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഉള്ള രണ്ടായത്തിൽ അള്ളാഹു അടുത്തടുത്ത് പറയണം, അവർക്ക് ഒന്നും പേടിക്കേണ്ടത്, ഒന്നും പേടിക്കണം. ഒരു വാക്കും ഒരു പ്രവൃത്തിയും രേഖപ്പെടുത്താതെ വിടൂല. എന്നിട്ട് അവർക്ക് ഏറ്റമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ എന്ന് ചോദിക്കുന്നുണ്ട് സൂറത്തുർ റഹ്മാനിൽ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ വേറെന്താണ് ഉള്ളത്?
അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മ, നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടി നിൽക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിലും നരകത്തിലും ഒരേ ഇരിപ്പിടം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട് സ്വർഗത്തിലും നരകത്തിലും. അതെന്താ അള്ളാഹുവിന് അറിയില്ലേ ആരൊക്കെ നരകത്തിൽ പോകണം ആരൊക്കെ സ്വർഗത്തിൽ പോകണം? അതല്ല, നമ്മൾ നമ്മളുടെ കർമ്മം കൊണ്ട് എവിടെ എത്തണം, അതിനുവേണ്ടി നമ്മളോട് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൊണ്ട് എന്ത് തെരഞ്ഞെടുക്കുക നിങ്ങൾക്ക് തീരുമാനിക്കുക. സത്യവിശ്വാസി ആവുന്നതോട് കൂടിയിട്ട് അവന്റെ ആദ്യ കടമ പൂർത്തിയാവാണ്. പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുക. അത് പണിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ നിലകൊള്ളുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ്, ശാശ്വതമായ സ്വർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഉണ്ട്, നമുക്ക് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. ആം, ഈ ആദ്യത്തെ ആയത്തില്, ഈ 11ാമത്തെ ആയത്തില് ഈ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്ന, അത് ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ട് ഈ കോൺട്രാഡിക്ഷനെ മറ്റേ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അത് രണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഒന്ന് അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, ഏത് ഈ ഇസ്ലാമിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഞങ്ങളാവേണ്ടിയിരുന്നു അതിൽ ആദ്യമായിട്ട് പിന്തുടരേണ്ടിയിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഉം. എന്താണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിലെ ഏറ്റവും പ്രമാണിമാരും കാശുള്ളവരും സമ്പന്നരും സാംസ്കാരിക പ്രവർത്തകരും മക്കയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമായ ഞങ്ങളായിരുന്നു അതിനെ പിന്തുടരേണ്ടിയിരുന്നത് എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നന്മയും സത്യവും എന്ന് പറയുന്നത് ഒരു നാട്ടിലെ ആളുകൾ പിന്തുടരുന്നതാണോ, ഒരു നാട്ടിലെ പ്രമാണിമാർ പിന്തുടരുന്നതാണോ? അല്ല എന്ന് പലതവണ മുമ്പ് തെളിഞ്ഞിട്ടുള്ളതാണ് അവരുടെ തന്നെ അനുഭവത്തിൽ. അപ്പൊ അങ്ങനെ ഒരു നിബന്ധന അവരുടെ തന്നെ ചരിത്രത്തിലില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഇല്ലാത്തൊരു നിബന്ധന അവർ വെക്കുന്നത്? അതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പൊ അത് ആദ്യത്തേത്. രണ്ടാമത്തത് ആ, രണ്ടാമത്തെ സംഗതി വസയഖൂലൂന ഹാദാ ഇഫ്കുൻ ഖദീം. ഇത് ഒരു ഇഫ്കുൻ ഖദീം, ഒരു പഴയ കാലത്തെ പഴയ വർത്തമാനമാണ്, ഒരു പഴയ കാലത്തെ കെട്ടുകഥയാണ്. പക്ഷെ പലപ്പോഴായിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമ്പോൾ അവർ പറയണത് മാ സമീന ഹാദാ ഫി ആബായിന ലവലി. അത് വേറെ അടുത്ത് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങളിത് മുൻഗാമികൾ ആരും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, ഇതൊരു പുതിയ വാദമാണല്ലോ, ഇത് പുതിയ സംഗതിയാണ്, ഞങ്ങൾ മുൻഗാമികൾ ആരും പറയുന്നത് കേട്ടിട്ടില്ല എന്നാണ് അവർ വാദിക്കുക. അതേ അവർ തന്നെ തിരിച്ച് ഇവിടെ പറയുന്നത് ഇതൊരു പഴയ വാദമാണ് എന്നുള്ളത്. അപ്പൊ ഇത് ഏതാണ് ശരിക്കും അവർ പറയുന്നത്? ഇത് പഴയ വാദമാണ്, അല്ലെങ്കിൽ ഒരു പഴയ കെട്ടുകഥയാണെങ്കിൽ പിന്നെ നിങ്ങളത് പുതിയതാണ് പറയണത്, ഞങ്ങൾ മുൻഗാമികൾ പറയണത് കേട്ടിട്ടില്ല എന്ന് പറയും. പഴയതാണെങ്കിൽ മുൻഗാമികളും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ മറ്റടുത്ത് പറഞ്ഞത് തിരിച്ചുവാണല്ലോ. അപ്പൊ കോൺട്രാഡിക്ഷൻ മനസ്സിലായില്ലേ? ആ ഈ ആദ്യത്തെ കോൺട്രഡിക്ഷനില് ഈ എലീറ്റിന് തന്നെ അറിയാമായിരുന്നല്ലോ, എന്ന് വെച്ചാൽ എലീറ്റ്സ് സത്യം ഡിസൈഡ് ചെയ്യില്ലെന്ന്. ആ, ആ, അത് ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഇത്രയും കൂടി എലാബറേറ്റ് ചെയ്യാൻ പറ്റും? അവർക്ക് എങ്ങനെയാണ് അവരുടെ സ്വന്തം ട്രഡീഷനിൽ അറിയുന്നത്? അതായത് പിന്നെ അങ്ങനെയല്ലേ? മക്കയുടെ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഗതി ഉണ്ട്. എലീറ്റ് പിന്നെ ആളുകളെ ഉപദ്രവിച്ചതും പിന്നെ പൈസ പിടിച്ചു വെച്ചതും പിടുങ്ങിയതും അതിനെതിരെ യുവാക്കള് പിന്നെ ഒന്നിച്ചു നിന്ന് പോരാടിയതുമായ ഒരുപാട് സംഭവങ്ങൾ, അങ്ങനത്തെ ഒന്നൊന്നല്ല, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ ചരിത്രത്തിൽ തന്നെ സത്യം എന്ന് പറയുന്നത് എലീറ്റിന്റെ കൂടെ ആയിരിക്കണം എന്നില്ല എന്നുള്ളത് പലതവണ തെളിഞ്ഞതാണ്. അത് പിന്നെ ഇപ്പൊ അവരുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ പറയേണ്ട കാര്യമില്ല, ലോകത്ത് തന്നെ അങ്ങനെയാണ്. കഴിവുള്ളവരും പണക്കാരായ ആളുകൾ എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് അത് നന്മയും സത്യവും അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളായിരുന്നു അങ്ങോട്ട് പോവേണ്ടിയിരുന്നത് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ. ഉം. ഉം. പിന്നെന്തെങ്കിലും? എല്ലാരും കേൾക്കണ്ടല്ലോ അല്ലേ? ഉണ്ട്, കേൾക്കാം. ഉം. ഈ സങ്കീർണം എന്ന് പറഞ്ഞാൽ എന്താ സാർ? സങ്കീർണം തന്നെ കോംപ്ലക്സ്, അല്ല, കോംപ്ലിക്കേറ്റഡ്. സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല ബൈബിൾ. സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങളാണ്, സങ്കീർണല്ല. സോറി. ഓക്കെ. സങ്കീർത്തനങ്ങൾ തന്നെ സാംസ്, PSALMS, സാംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓക്കെ. ഹോളി ഗ്രന്ഥത്തിന്റെ കൂടെയുള്ള അതിന്റെ നടുവിൽ വരുന്ന ഒരു സാധനം. അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് സാംസ്, ന്യൂ ടെസ്റ്റമെന്റ് അങ്ങനെ വരിക.
അതിനാണ് ഉം. സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞത്, മലയാളത്തിൽ സങ്കീർത്തനം, പറയണം. സങ്കീർത്തനം. ഉം. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓക്കെ. അത് ദാവൂദ് നബിക്ക് ഇറക്കി കൊടുത്തതാണ് ആക്ച്വലി സബൂർ. അതിന്റെ ട്രാൻസ്ലേഷൻ ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് ദാവൂദ് നബിക്ക് കിങ് ഡേവിഡ് എന്ന് ദാവൂദ് പറഞ്ഞ അവര് പറയുന്നത് മൂസ നബി കഴിഞ്ഞിട്ടാണോ ദാവൂദ് നബി വന്നിട്ടുള്ളത്? ആഫ്റ്റർ ലോങ് ടൈം. ഓക്കെ. അതാണ് ഡേവിഡ് സ്റ്റാർ എന്ന് പറയുന്നവരല്ലേ? ഡേവിഡിന് അത്ര നല്ല ഒരു ഡെപ്പിക്ഷൻ ഒന്നല്ല ബൈബിളിൽ. നിങ്ങൾ രാജാക്കന്മാരൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, കിങ്സ് വായിച്ചു നോക്കിയാൽ മതി. വളരെ മോശമായിട്ടാണ് പ്രവാചകന്മാരെ പലരും ചിത്രീകരിച്ചിട്ടുള്ളത്. നമുക്കത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. ഉം. ആ സംഗതിയെ സത്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ക്രൂരായിരിക്കും. ജസ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി, നമ്മളെ ബുദ്ധി വെച്ച് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അപ്പം നോക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പോൾ ഇവിടെ മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസ് ആക്രമിക്കുമ്പോൾ അത് ഇവരുടെ യഹൂദന്മാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് ഏതിൽ നിന്നാണ്, ഏതോ ഒന്നിൽ എസക്കിയലിൽ നിന്ന് എടുത്തിട്ട് അയച്ചെന്ന്, ഇത് അവരുടെ അവകാശമാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഇത് അയച്ചെന്ന് എന്നോട് ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ വെറുതെ എടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയാൽ അപ്പം അതിൻ്റെ മുകളിൽ തിരിച്ച് അങ്ങോട്ടും കിട്ടും എന്നൊക്കെ ഉണ്ടേ. പഴയ കാലത്ത് ദാവൂദ് നബിയുടെ കാലത്ത് പറഞ്ഞ സംഗതികൾ, ദാവൂദ് നബിയുടെ കാലത്ത് പറഞ്ഞ സംഗതികളാണ്. അതൊക്കെ കഴിഞ്ഞു പോയിക്കണ്. അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് അടിച്ചു വിട്ടാണ്. അപ്പൊ അത് നല്ലതാ. ഒന്ന് നമ്മൾ ഖുറാനൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ പഠിക്കുന്ന ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. വേണമെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അടിക്കുമ്പോൾ ഒന്ന് എടുത്ത് നോക്കാം ഇതെന്താണ് ഈ പറയണെന്നുള്ളത്. ഈ ബൈബിളില് പിന്നെ ആ, ബൈബിളിൽ ഒരു ക്ലാസ് എന്തോ കേട്ടതാണ്. ഒരു ഷെയ്ഖ് അഹമ്മദ് ദീദാത്തോ അല്ലെങ്കിൽ ജാക്കിർ നായിക്കാണോ എന്ന് ഓർമ്മയില്ല. എവിടെയും തന്നെ ആ, ഞാനാണ് ദൈവം എന്ന് യേശു അല്ലെങ്കിൽ ഈസാ നബി എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എവിടെയും തന്നെ എന്നെ ആരാധിക്കണമെന്നോ ഞാനാണ് ദൈവം എന്നോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് എവിടെയും തന്നെ ബൈബിളിൽ തന്നെ ഇല്ല എന്നുള്ളത്. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ, മുമ്പ് ഇറങ്ങിയത് മൊത്തത്തില് തെറ്റായിട്ടുള്ള വിധത്തിൽ എഴുതി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തതായിരിക്കൂലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡയല്യൂട്ട് ചെയ്ത് അതിൽ ചേർത്തു എന്നല്ലാതെ കുറച്ചൊക്കെ അതിൽ ചില കാര്യങ്ങളൊക്കെ ഫാക്റ്റുകളായിരിക്കൂലേ. ഇപ്പം പറയാം. അല്ല, ഇപ്പൊ ബൈബിളിൽ തന്നെ ഇപ്പം പിന്നെ ഈസാ നബിക്ക് ഇറങ്ങിയ ആ വേർഷനിൽ തന്നെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എന്തായാലും സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ പറയണ്ട. ഈസാ നബിനെ ആരാധിക്കണം എന്ന് പറയൂലല്ലോ, ജീസസിനെ. അപ്പം അത് ഇതിലും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ചില ഫാക്ടുകൾ ഉണ്ടായിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചില ചെറിയ ഫാക്ട്സ് ഉണ്ടായിക്കൂടെ? അതില് പിന്നെ അതില് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതായത് പിന്നെ ഇത് നമുക്കൊരു സോഴ്സ് ഓഫ് റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളിടത്താണ് നമുക്ക് പ്രശ്നമുള്ളത്. അതല്ല എന്നാണ് അതിന് പറയുന്നത്. അതേ സമയത്ത് അങ്ങനെ ഉണ്ടോ? കാരണം ഈ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചത് സഭ അംഗീകരിക്കുന്നത് AD 315 നിക്കയ്യ കൗൺസിൽ വെച്ചിട്ടാണ്. AD 315 300 കൊല്ലം കഴിഞ്ഞിട്ട് 300 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇത് അംഗീകരിക്കുന്നത്. ഏത് യേശുക്രിസ്തു ദൈവമാണ്. അതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. ഒന്ന്, യേശുവിൻ്റെ തിരോധാനത്തിന് ശേഷം ശിഷ്യന്മാരായിട്ട് ഉടക്കിയിട്ട് 10 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് സെൻറ്റ് പോള്, വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന സെൻറ്റ് പോള് പിന്നെ ഈ ക്രിസ്ത്യാനിറ്റിയെ പരിവർത്തനം വരുത്തുന്നതും ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞു വരുന്നതൊക്കെ. അതിനെപ്പറ്റിയുള്ള ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുസ്ലിങ്ങളല്ലാത്ത പഠനങ്ങൾ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സെൻറ്റ് പോൾ എഴുതിയ കത്തുകളാണ് ഈ ബൈബിളിൽ ചേർത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ശിഷ്യന്മാരുടെ അഭിപ്രായങ്ങളുമാണ്. ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് ഈ ഇഞ്ചിയിൽ നിനക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ ഇഞ്ചിയിലാണെങ്കിൽ അതൊരു സാധനമായിട്ട് അവിടെ ഉണ്ടാവുകയും അതിനുശേഷം ഇവരൊക്കെ പറഞ്ഞതും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇഞ്ചിലിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഒരു സാധനം കാണാനില്ല. നിങ്ങൾ പുസ്തകം എടുത്ത് നോക്ക്, അങ്ങനെ ഒരു സാധനം കാണാനില്ല. അപ്പൊ അതാണ് ഞാനത് പറഞ്ഞത്. രണ്ടാമത്തെ സംഗതി, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ പഴയ നിയമത്തിൽ തൗറാത്തിലെങ്കിലും സംഗതി ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ തൗറാത്ത് എടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പൊ അത് ഫുള്ള് ചരിത്രമാണ്. അതിൽ ഫുള്ള് ചരിത്രങ്ങൾ പറയാണ്. അപ്പൊ ചരിത്രം പറയണ അതിൽ ആദ്യത്തെ 1-2 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൂസാ നബിക്ക് ശേഷമുള്ള ചരിത്രമാണ് പറയണത്. മൂസാ നബിക്ക് ശേഷമുള്ള ചരിത്രം പറഞ്ഞ സംഗതി എങ്ങനെയാണ് മൂസാ നബിക്ക് അവതരിച്ച ഗ്രന്ഥാവുക?
എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ പറയണം, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പറയണം. എല്ലാം ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ രാജാക്കന്മാർ മുതൽ, രാജാക്കന്മാരെന്ന് പറയുന്നത് ദാവൂദ് നബിയുടെ ന്യായാധിപന്മാരെന്ന് പറഞ്ഞത് അതിന് മുമ്പുള്ള ഫലസ്തീൻ ഭരിച്ച ആളുകളുടെയൊക്കെ ചരിത്രം അങ്ങനെ പറയാണ്. അപ്പൊ മൂസാ നബിയുടെ ചരിത്രം ആദ്യത്തിലെ പുറപ്പാടിന്റെ അതോട് കൂടിയിട്ട് കഴിഞ്ഞ്, പുറപ്പാട് കഴിഞ്ഞ് പിന്നെ പറയണില്ല. അപ്പൊ ഇതില് മൂസ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് പുറപ്പാടിൽ പറയുന്ന സമയത്ത് മൂസാ നബി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മോശയെ പറഞ്ഞ ചില സംഗതികൾ പറയുമ്പോൾ അതിൽ ഉണ്ടാവായിരിക്കാം അതിന്റെ അംശങ്ങൾ. ഇതല്ലാതെ തൗറാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. സംസാരിക്കേണ്ടത് ആരാ? നിങ്ങൾ ഖുറാൻ നോക്കി, ആരാ സംസാരിക്കണത്? അള്ളാഹു. അള്ളാഹുവാണ് സംസാരിക്കുന്നത്. അള്ളാഹു സംസാരിക്കുന്നു ആരോട്? ജനങ്ങളോട് സംസാരിക്കുന്നു. ചിലപ്പോൾ നബിയോട് സംസാരിക്കുന്നു, ചിലപ്പോൾ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു, ജനങ്ങളോട് സംസാരിക്കുന്നു. അയ്യുഹന്നാസ് വിളിക്കുന്നു, അയ്യുഹല്ലദീന ആമനു വിളിക്കുന്നു, യാ നബി എന്ന് പറഞ്ഞാൽ ആരെയും വിളിച്ചില്ലെങ്കിൽ ഫുള്ള് നബിയാണ് വിളിക്കുന്നത്. കുൽ 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 എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത് അള്ളാഹു. മറ്റോക്കൊന്ന് എടുത്തോക്ക്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ എടുത്തോക്ക്. ഓക്കെ. ഒരു ഇതിന് ഇപ്പൊ മറുപടി അറിയുന്നില്ല, ഗ്രൂപ്പിൽ സോഴ്സ് ഇട്ടാലും മതി. പറഞ്ഞിരുന്നല്ലോ, ഖുർആനിൽ വരമൊഴിയിൽ നിന്ന് വാമൊഴിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഈ പ്രൊഫറ്റിക് ട്രഡീഷനിൽ കാണാൻ കഴിയും. അതിൽ ഖുർആന് വാമൊഴിയായിട്ടാണ് ഇറക്കപ്പെട്ടത്, അത് നമുക്കറിയാം, വഹിയായിട്ടാണ്. അപ്പൊ മറ്റേത് ഏടുകൾ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് എങ്ങനെയാണ് കറക്റ്റ് എഴുതപ്പെട്ട രീതിയിൽ തന്നെ ഇറക്കപ്പെട്ടത് എന്നുള്ളതിന്റെ ചരിത്ര പഠനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി നമുക്ക് വിശദീകരിച്ചുള്ള ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, വിശദമായിട്ട് വേണമെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിന് ഒറ്റയടിക്ക് ലിങ്ക് ഇട്ടാലും മതി. പറയുകയാണെന്നുണ്ടെങ്കിൽ ലിങ്കല്ല, ലിങ്ക് അങ്ങനെ തപ്പിയെടുക്കേണ്ടി വരും. ഞാൻ ഓക്കെ. മാർബിൾ ഫലകങ്ങളിലാണ് തൗറാത്ത് കൊടുത്തത്. അൽവാഹുകൾ എന്നാണ് ഖുറാനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അൽവാഹ്, ലൗഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലക. അപ്പോൾ ഈ മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് ഈ അള്ളാഹു കൊടുത്ത ആ പലകൾ ഏറ്റിട്ടാണ് വന്നത്, തലയിൽ ഏറ്റിട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് താഴെ എത്തിയപ്പത്തിന് ഈ സാമിരി പശുക്കുട്ടിനൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ആകെ പഴപ്പിച്ച് കണ്ടപ്പോൾ ഈ സാധനം ദേശത്തോടു കൂടി താഴെ ഇട്ടപ്പോൾ അപ്പം തന്നെ കുറെ പൊട്ടി. ആ പൊട്ടിപ്പോയതൊന്നും പിന്നെ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അത് ലൗഹാണ്. അത് സൂറത്തുൽ അറാഫിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ പലക പൊട്ടിയ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ സൂറത്തുൽ അറാഫിൽ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പൂർണ്ണമായും നഷ്ടപ്പെടാനുള്ള ഒരു കാരണം അതായിരിക്കാം. ആരും അതുകൊണ്ട് കാണാതെ പഠിക്കുകയോ എഴുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് മൂസാ നബിയുടെ ഉപദേശങ്ങളും മറ്റതൊക്കെ ആരെങ്കിലൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്ത് കോർത്ത് എഴുതിയതായിരിക്കാം, നമുക്കതിൽ തോന്നണം. ഇൻഷാ അല്ലാഹ്.